വനനയപ്രകാരം അക്കേഷ്യ, മാഞ്ചിയം, യൂക്കാലി തോട്ടങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കണമെന്നിരിക്കെ കേരള വനം വികസന കോർപ്പറേഷന്റെ പുതിയ നീക്കം വിവാദത്തിൽ. കാട്ടിനുള്ളിൽ യൂക്കാലി നടാൻ പണം ചെലവഴിക്കുന്ന KFDC അധിനിവേശ സസ്യങ്ങൾ നശിപ്പിക്കാനും വൻതുക ചെലവിട്ടുവെന്നാണ് റിപ്പോർട്ട്. കാട്ടിനുള്ളിൽ യൂക്കാലി നടുന്നതിന് അനുമതി നൽകിയ തീരുമാനത്തിൽ എതിർപ്പുമായി CPI രംഗത്ത് വന്നിട്ടുണ്ട്. വനംവകുപ്പിന്റെ ഇരട്ടത്താപ്പുകളാണ് ഇതിലെല്ലാം നിറയുന്നത്. വീണ്ടും യൂക്കാലി തോട്ടങ്ങൾ ഉണ്ടാക്കാൻ വനംവകുപ്പ് അനുമതി നൽകിയത് ഇടതു നയത്തിന് വിരുദ്ധമാണെന്നാണ് CPIയുടെ നിലപാട്. ഇക്കാര്യം ഇടതുമുന്നണി യോഗത്തെ അറിയിക്കുകയും ചെയ്യും. വനനയം നിലവിൽ വരുന്നതിന് മുൻപ് തന്നെ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച വനം വികസന കോർപ്പറേഷന്റെ വർക്കിംഗ് പ്ലാൻ പ്രകാരമാണ് യൂക്കാലി നടാൻ അനുമതി. ഇത് മറ്റാർക്കും ബാധകമല്ല. വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന കോർപ്പറേഷന്റെ നിലനിൽപ്പിന് വേണ്ടി ഒറ്റത്തവണത്തേക്ക് മാത്രമായാണ് അനുമതി നൽകിയത്. കേരള വനം വികസന കോർപ്പറേഷന്റെ ഈ നീക്കം പരിസ്ഥിതി വിരുദ്ധമാണെന്നാണ് പൊതുവെ ഉയരുന്ന നിലപാട്. കേരളം വനം വികസന കോർപ്പറേഷന്റെ തോട്ടങ്ങളിൽ ഒരു വർഷത്തേക്ക് യൂക്കാലി മരങ്ങൾ നടാനാണ് സംസ്ഥാന വനം വകുപ്പിന്റെ അനുമതി ലഭിച്ചിരിക്കുന്നത്. മാനേജ്മെന്റ് പ്ലാൻ കാലാവധിയിൽ ശേഷിക്കുന്ന ഒരു വർഷം മാത്രമാണ് ഇവ നടാൻ അനുമതി നൽകിയത്. ജലം കൂടുതൽ വലിച്ചെടുക്കുന്നവയും പരിസ്ഥിതിക്ക് ദോഷമുണ്ടാക്കുന്നവയുമാണെന്ന വിലയിരുത്തലിനെ തുടർന്ന് യൂക്കാലി, അക്കേഷ്യ എന്നിവ നടുന്നത് വിലക്കി 2017 സംസ്ഥാന വനം വകുപ്പ് ഉത്തരവിറക്കിയിരുന്നു. 2021 സ്വാഭാവിക വന പുനഃസ്ഥാപന നയം നിലവിൽ വന്നപ്പോൾ യൂക്കാലി ഉൾപ്പെടെയുള്ള മരങ്ങൾ നീക്കം ചെയ്ത് പകരം മാവ്, പ്ലാവ്, കാട്ടുനെല്ലി, വാഗ, കാട്ടുപുളി തുടങ്ങിയവ നടാനായിരുന്നു നിർദ്ദേശം. ഇതിന് വിരുദ്ധമായിട്ടാണ് തോട്ടങ്ങളിൽ യൂക്കാലി മരങ്ങൾ നടാൻ വനം വകുപ്പ് പച്ചക്കൊടി കാട്ടിയത്. കേരളം മുഴുവൻ വെള്ളമില്ലാതെ വലയുമ്പോൾ വേണ്ടത്ര ചർച്ച കൂടാതെ എടുക്കേണ്ട തീരുമാനമല്ല ഇതെന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നത്. യൂക്കാലിയും അക്കേഷ്യയും ഭൂഗർഭജലം ഊറ്റിക്കുടിക്കും. ഇപ്പോൾ തന്നെ കാട്ടിൽ വെള്ളമില്ല. അതുകൊണ്ടാണ് മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത്. ജലമാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വികസന പ്രശ്നമെന്നിരിക്കെ ജലലഭ്യത കുറയ്ക്കുന്ന ഒരു തീരുമാനവും ചർച്ച കൂടാതെയും വീണ്ടും വിചാരമില്ലാതെയും എടുക്കരുതെന്ന് ബിനോയ് വിശ്വം പ്രതികരിച്ചു. വനഭൂമിയിൽ യൂക്കാലി നടാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നതാണ് മറ്റ് പരിസ്ഥിതി സംഘടനകളുടെയും നിലപാട്. വനനയപ്രകാരം അക്കേഷ്യ, മാഞ്ചിയും, യൂക്കാലി തോട്ടങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കണമെന്നിരിക്കെ KFDC ഇത്തരം തോട്ടങ്ങൾ ഇപ്പോഴും പരിപാലിക്കുന്നതും ഇരട്ടത്താപ്പാണ്. ഇടുക്കി മീശപ്പുലി മലയിലെ 10 ഹെക്ടർ വനഭൂമിയിലെ യൂക്കാലി വെട്ടി നശിപ്പിച്ച് വരയാടുകൾക്ക് അനുയോജ്യമായ ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിക്കായി UN ഫണ്ടും കോർപ്പറേഷൻ കൈപ്പറ്റിയെന്നതും വിചിത്രമാണ്.